കോഴിക്കോട് മാവൂരിൽ ഇരുചക്ര വാഹന ഷോറൂമിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. മാവൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. തീ നിയന്ത്രണ വിധേയമായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദൃശ്യ പുതിയിടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ദൃശ്യ, ഒരു വലിയ അപകടം തന്നെയാണ് അവിടെ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് എന്നുകൂടെ ഉള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എത്രത്തോളം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്? ഇന്ന് പുലർച്ചെ 3:45 ഈ ഷോറൂമിനകത്ത് നിന്നും തീയും പുകയും ഉയർന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. മാവൂർ പോലീസ് സ്റ്റേഷന്റെ തൊട്ട് മുന്നിലുള്ള സ്ഥാപനമാണ്. മാവൂർ പോലീസ് സ്റ്റേഷന്റെ ശ്രദ്ധയിലാണ് ഈ തീയും പുകയും വരുന്നത്. ഈ സ്ഥാപനത്തിനകത്ത് നിന്ന് തീയും പുകയും വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഈ സ്ഥാപനത്തിന്റെ ഉടമകളെ വിവരം അറിയിക്കുകയായിരുന്നു. അവരെത്തി അകത്തേക്കടക്കം തീ കാര്യമായി പിടിച്ചിരുന്നു. മുക്കം ഫയർ യൂണിറ്റ് എത്തി തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു യൂണിറ്റിനെ കൊണ്ട് തീ അണക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. പിന്നീട് കൂടുതൽ യൂണിറ്റുകൾ എത്തിയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ 5 മണിയോടെയാണ് ഈ ഭാഗത്ത് തീ അണക്കുന്നത്. ഏകദേശം കടയ്ക്കകത്തുള്ള വാഹനങ്ങളെല്ലാം തന്നെ കത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ പുറത്ത് ഈ സ്ഥാപനത്തിന്റെ പുറത്ത് ഹോസ്പിറ്റലുകൾ അടക്കം ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയുള്ള ഹോസ്പിറ്റലിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും അടക്കം തീ പടരാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. ഫയർ യൂണിറ്റിന്റെയും പോലീസിന്റെയും ഒക്കെ കാര്യമായ ഇടപെടലാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് എത്താതെ ഈ ഒരു തീ അണക്കാനുള്ളൊരു സാധ്യത ഉണ്ടായത്. ഇത് കൂടാതെ തന്നെ ഈ പുറത്തും വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു. അതും പെട്ടെന്ന് തന്നെ നാട്ടുകാരും പോലീസും ഒക്കെ ചേർന്ന് ഫയർ യൂണിറ്റുകൾ എത്തുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ നഷ്ടങ്ങൾ ഇല്ലാതിരുന്നത്. എന്തായാലും ഈ സ്ഥാപനത്തിന്റെ അകത്തെ വാഹനങ്ങളെല്ലാം തന്നെ കത്തിപ്പോയിട്ടുണ്ട്. ജിൽസി, എന്തായാലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. സ്ഥാപനത്തിനകത്തുള്ള വാഹനങ്ങൾ മുഴുവൻ കത്തിപ്പോയിട്ടുണ്ടെന്നാണ്. സാധാരണ ഈ വേനൽക്കാലത്താണ് ഇത്തരം തീപിടുത്തങ്ങൾ ഉണ്ടാവാറുള്ളത്. ഇതിപ്പോൾ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്നുള്ള പ്രാഥമിക നിഗമനങ്ങൾ കൂടിയാണ് പുറത്തു വന്നിട്ടുള്ളത്.